ഗുഡ് ഈവനിങ് മാറ്റിനി ഫിബിലാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണെന്ന്. തീർച്ചയായിട്ടും ഹോളിസ്റ്റിക് ഹെൽത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. അപ്പൊ ആ പ്രോട്ടോകോളിലേക്ക് നമുക്ക് എളങ്കോ സാറിനോട് മുന്നോട്ട് പോകാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം എളങ്കോ സാറിനെയും. എളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir, again for giving me one more opportunity to discuss the topic amongst all. ഞാൻ ഇത് വൺ സൈഡഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത്, പ്രത്യേകിച്ച് ആർക്കെങ്കിലും എവിടെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ഡീവിയേഷൻ ഈസ് ഫുള്ളി റൈറ്റ്, ഐ ഹാവ് ടു ആൾസോ അക്സെപ്റ്റ് ഇറ്റ്. ബിക്കോസ് ഞാനൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണറാണ്. മൈൻഡ്ഫുൾനെസ് പറഞ്ഞു തരുന്ന തീയതി എന്താന്ന് പറഞ്ഞാൽ, be aware, attend, live moment to moment, and without pre-judgment, with compassionate and let go. ഇങ്ങനത്തെ ഒരു 5-6 വാക്കുകളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓൺലി 7 words joined together make mindfulness. പക്ഷേ ഈ 7 words sufficient ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I will say from my experience or my angle of view, 100% is sufficient. Because അതിനകത്ത് എല്ലാം വന്നതായിട്ടാണ് തോന്നുന്നത്. ഏതെങ്കിലും ഏരിയ ടു ബി ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ദെയർ എന്ന് ഞാൻ പറയാം. ബിക്കോസ് എവറി ഏരിയ ഈസ് ഇൻക്ലൂഡഡ്. എന്ത് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ, യു ഷുഡ് ബി അവെയർ ഫസ്റ്റ്. ഹൗ ആർ യു? അതിനാൽ നമ്മുടെ ലൈഫ് സ്കില്ലിൽ പറഞ്ഞു തരുന്ന ഫസ്റ്റ് മദർ സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ്. ഈ സെൽഫ് അവെയർനെസ് എന്താ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ, who are you, what are you, and where are you, why are you? ഈ സാധനങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് സെൽഫ് അവെയർനെസ്. താൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ താൻ ആരാണെന്ന് എന്നോടത്ത് ചോദിക്കും, ഞാൻ താൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞു തരാമെന്ന് കുതിരോട്ടം പപ്പു ഒരു സിനിമയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ആക്ച്വലി സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ്സിൽ താൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് മനസ്സിലായിരിക്കണം. ഞാൻ ആരാണെന്ന് ഇൻഡിവിജ്വലി മനസ്സിലാകുമ്പോൾ നമുക്ക് ഒരു 65% സമയത്തും വി നീഡ് റെഫറൻസ്. ഞാൻ കൊള്ളാത്തവനാണോ കൊള്ളാവുന്നവനാണോ? എങ്ങനെ പറയും? ആം ഐ ഗുഡ് ആർ ആം ഐ ബാഡ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്? ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഗുഡ്നെസ് ഇപ്പോൾ മനോജ് സാറിന്റെ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംടൈംസ് മേ നോട്ട് ബി. അപ്പം അങ്ങനെ ഉള്ളതിന് നമ്മളൊരു കോമൺ മിനിമം പ്രോഗ്രാം അല്ലെങ്കിൽ കോമൺ ഏരിയയിലാണ്, അല്ല ഒരു സെൻട്രൽ ഏരിയയിലോട്ടാണ് നമ്മൾ എല്ലാവരും നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇപ്പം ഷുഗറിന്റെ ലെവൽ നോർമലി 110, 90, 110 ഈസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഐ റിസീവ്ഡ് വൺ മോർ വാട്സപ്പ് ഫ്രം എ ഡോക്ടർ. ഇപ്പൊ 140 ആയി. 140 ഈസ് സെറ്റ് ടു ബി നോർമൽ എന്ന് വന്ന്. ഹൂ ഡിക്ലേഴ്സ് ഹൗ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുവാണെങ്കിൽ, ഇതെല്ലാം കുറെ പേര് ചേർന്ന് തീരുമാനിക്കുവാണെങ്കിൽ അത് ഒരു കോമൺ ഏരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഏരിയയിലോട്ട് മാറും. അപ്പം ഈ സ്റ്റാൻഡേർഡിനെ തീരുമാനിക്കുന്നതാണ് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ്സിൽ ഞാൻ ആരാണ്? ഞാൻ കൊള്ളാമെന്നവനാണോ, ഞാൻ കൊള്ളാത്തവനാണോ? ഇൻ വിച്ച് ഏരിയ ഐ എം ഗുഡ്, ഇൻ വിച്ച് ഏരിയ ഐ എം ബാഡ് എന്ന് തീരുമാനിച്ച് എടുക്കുന്നത് വിത്ത് റെഫറൽ ടു ദ സൊസൈറ്റി ആണ്. Then what is society? Society എന്ന് പറഞ്ഞാൽ made out of people who think or who has a common idea or common knowledge about one particular object. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, മൃഗമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പല സമയങ്ങളിൽ പല ഏരിയകളിൽ നമ്മൾ തീരുമാനിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം സെൽഫ് അവെയർനെസ് ഉള്ള ഒരുത്തൻ അവൻ ഹി വിൽ ബി ഹാവിങ് അവെയർനെസ്. എന്ത് അവെയർനെസ്? വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ ഇപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്കോ വൈകിട്ടോ പല്ല് തേക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും നോ എന്ന്. തേച്ചാൽ എന്താ കുറ്റം? ഒരു കുറ്റമില്ല. പിന്നെ ഞാൻ ഒരു തിയറിയിൽ കൂടെ പഠിച്ചു വന്നു. എന്ത് തിയറി? ആ തിയറി പറഞ്ഞു തന്നത് എനിക്ക് ഒരു ഡെന്റൽ ഡോക്ടറാണ് പറഞ്ഞത്, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പേസ്റ്റ് വെച്ച് പല്ല് തേക്കുക, പല്ല് തേച്ചിട്ട് കിടന്ന് ഉറങ്ങുക. നെക്സ്റ്റ് മോർണിംഗ് don't brush, have your breakfast, tea, sufficiently breakfast കഴിഞ്ഞ ഉടനെ അഗൈൻ ടൂത്ത് പേസ്റ്റ് വെച്ച് പല്ല് തേക്കുന്നു.
that is also permissible. അദ്ദേഹം സയന്റിഫിക്കലി പറഞ്ഞു, രാത്രി നിന്റെ വായിനകത്തുള്ള വേസ്റ്റ് പീസസ് എല്ലാം റിമൂവ്ഡ് ആണ്. അപ്പൊ പ്യൂർ സലൈവയാണ് നിന്റെ വായിലുള്ളത്. വേറെ ബാക്ടീരിയ ഫോം ആകാൻ ചാൻസ് കുറവാണ്. റീസൺ ഈസ് there is no sediments available between the teeth. അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ജസ്റ്റ് gargle and pour the water out, then start to do your morning work. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നിന്റെ പല്ലിന് ഇടയ്ക്കെല്ലാം കുറച്ചൊക്കെ വേസ്റ്റുകൾ കാണും. ആ വേസ്റ്റ് എല്ലാം ബ്രഷ് വെച്ച് പേസ്റ്റ് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ അഗൈൻ യുവർ ടീത്ത് ആർ ബിക്കമിങ് ഫ്രഷ്. അപ്പോൾ ഈ തിയറി കൊള്ളാവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷനലി വി മേ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്, ബിക്കോസ് വി ഹാവ് പ്രീ ജഡ്ജ്മെന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ്. പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേച്ച ഉടനെ പല്ല് തേക്കാവൂ, അതിനുശേഷം പല്ല് തേക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആരാണ്? കൺവെൻഷനലി നമ്മുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, ഇവരാണ് പഠിച്ചു തരുന്നത്. ഇത് എന്തിനാ വൈ എന്ന് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പം ഐ വിൽ കം ബാക്ക് ടു അവയർനെസ്. അപ്പോൾ അവയർനെസ് എന്ന് പറയുന്ന ഏരിയയിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ഇൻ എ വെരി ഡിഫറെന്റ് ഫോം. ഞാൻ ആദ്യത്തെ കാലങ്ങളിൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു ഡൂയിങ്, വൈ ആർ യു ഡൂയിങ് എന്ന് മാത്രം മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ വെൻ യു മൂവ് ബിയോണ്ട് യുവർ സെൽഫ്, നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ വെൻ വി സ്റ്റാർട്ട് തിങ്ക് ഹോളിസ്റ്റിക്കലി. When we start think holistically, we will compare with the society, we will compare with the second person, we will compare with other personalities. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കമ്പയർ ചെയ്ത് ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കുന്നു. Then I try to attend myself. I try to attend myself എന്ന് പറയുന്നതാണ് പല യോഗാചാര്യന്മാരും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രാണായാമം ചെയ്യുന്നുണ്ടോ, ബ്രഹ്മരി ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് ചെയ്യുന്നത്? ദേ ഇൻഡയറക്ട്ലി ആസ്ക് യു ടു അറ്റൻഡ് യുവർ ബ്രെത്ത്. ഇത്രയേ ഉള്ളൂ. ബട്ട് ഈ അറ്റൻഡിങ് ദ ബ്രെത്തില് അവർ പറഞ്ഞു തരുന്നില്ല ആർ യു അവെയർ ദാറ്റ് യു ആർ ബ്രീത്തിങ് എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ബട്ട് ഇൻ മൈൻഡ്ഫുൾനെസ് we try to tell the people, or try to claim ourselves, am I breathing? That means I am alive. For alive I am supposed to be breathing. അപ്പോൾ ബ്രീത്തിങ്ങിനാണെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഞാൻ അറ്റൻഡ് ചെയ്യാവോ? അറ്റൻഡ് ചെയ്യൂ, അതിൽ അറ്റൻഡ് ചെയ്യൂ. അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാണ്. ദാറ്റ്സ് വാട്ട് മൈൻഡ്ഫുൾനെസ് ആൻഡ് കോമൺ ലിവിങ് ഗോസ് ആണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു തിയറിയോ പുറത്തുള്ളതോ അല്ല. നമ്മുടെ ജീവിത ശൈലിയിൽ ഡെയിലി ഉള്ള കാര്യം തന്നെയാണ്. പല കാര്യങ്ങൾ നമ്മൾ എന്ത് കൊണ്ട് ചെയ്യുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ, അല്ലെങ്കിൽ ചോദിക്കാതെ ഇന്ന് വരെ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. പല കാര്യങ്ങൾ, പല്ല് തേക്കുന്നത് ഇങ്ങനെയാണ് തേക്കേണ്ടത്, അങ്ങനെയാണ് തേക്കുന്നത്, ഇങ്ങനെ തേക്കാവോ, അങ്ങനെ തേച്ചുടയോ എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ആരും ചോദിക്കാറില്ല. മോർണിംഗ് ഗെറ്റ് അപ്പ്, ഗോ ഫോർ ബ്രഷിംഗ്, go to your natural call, come back, have tea, sit down, read the paper, and have breakfast, move for job, അല്ലെങ്കിൽ take bath, move for the job എന്നാണ് നമ്മൾ പറഞ്ഞു തന്നത്. അത് ഒരു ചിട്ടയായിട്ട് ചെയ്യുന്നു. എന്തിനങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടില്ല. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും. എന്ത് ഉത്തരം കിട്ടും? നമ്മൾ കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, കഴിച്ചിട്ടല്ല കുളിക്കുന്നത്. റീസൺ ഈസ് നമ്മുടെ ബയോളജിക്കൽ കണ്ടീഷൻ. In case if I take bath, my total body comes to different temperature than the surface temperature. അത് മേക്ക് ഔട്ട് ചെയ്യാൻ it takes roughly half an hour. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ കഴിക്കുന്നത് you take just after half an hour, after ഒരു റഫ്ലി ഒരു 30 മിനിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, 30 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ യുവർ ഡൈജസ്റ്റീവ് സിസ്റ്റം വിൽ ബി പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ് യുവർ ഡൈജസ്റ്റീവ് മെറ്റീരിയൽ ആർ പ്രൊഡക്ട്സ്. ഇത് ഒരു തിയറി കൂടെ വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഐ ആം അവെയർ, ഐ ആം അറ്റൻഡിങ്. എന്ത് അവെയർ? ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ദേഹത്തിൻ്റെ ടെമ്പറേച്ചർ ലെവൽ മാറുന്നു എന്ന് എനിക്ക് ഐ ആം അവെയർ. അപ്പം അത് നോർമലായിട്ട് സർഫേസ് ടെമ്പറേച്ചറുമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ എത്ര സമയമെടുക്കും? 30 to 40 minutes. അപ്പോൾ 30 minutes കഴിഞ്ഞാൽ ഐ ആം ഓക്കെ. ബട്ട്
One more suggestion I shall let you know. In case if you had your food, it normally takes 1.5 hours to 2 hours to digest. അത് റോ മെറ്റീരിയൽ ആയി. അതുകൊണ്ടാണ് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ പറയും നിങ്ങൾ PPBS ചെക്ക് ചെയ്യണമെങ്കിൽ കഴിച്ച് 1.5 2 മണിക്കൂറിന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് പീക്ക് ടൈം. പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ഡൈജസ്റ്റീവ് സിസ്റ്റം കഴിഞ്ഞ് ഈ എൻസൈംസ് ആയിട്ട് മാറുന്ന സമയമാണ് ഒരു 1.5 to 2 മണിക്കൂർ. അപ്പം 1.5 to 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കുവാണെങ്കിൽ ആ പ്രക്രിയയെ നിങ്ങളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് സിംപ്ലസ്റ്റ് തിങ്. സോ ഇഫ് യു ആർ അവെയർ, യു കൻ അറ്റൻഡ് ഇറ്റ് ഈസിലി. Then attend to the particular work or event what you do it. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ സെയിം പല്ല് തേക്കുന്ന കാര്യം തന്നെ പറയാം. പല്ല് തേക്കുന്നതിൽ നമുക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ട്. രാവിലെ തന്നെ പല്ല് തേക്കാവൂ, പിന്നെ ഒരിക്കലും പല്ല് തേക്കരുത്. ഉച്ചയ്ക്ക് ആരെങ്കിലും ബ്രഷ് ചെയ്യുന്നത് കണ്ടാൽ നമ്മളെല്ലാം അവനെ നോക്കി ചിരിക്കും. ട്രിവാൻഡ്രം കൊല്ലം ഏരിയ ആണെങ്കിൽ അവനെ ഓളംപാറയെ കൊണ്ടിടണമെന്ന് പറയും. അല്ല നോർത്തിലാണെങ്കിൽ അവനെ കുതിരവട്ടത്ത് കൊണ്ടിടണമെന്ന് പറയും. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് റോങ് എന്ന് നമ്മൾ ആരും ചോദിക്കുന്നില്ല. ചോദിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാകും ഇതല്ല. എനിത്തിങ് ഇസ് പെർമിസിബിൾ. എനിത്തിങ് ഇസ് പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ ടീത്തിന്റെ ലെവൽ ഒരു യൂണിഫോം അല്ല, ഒരുപാട് ക്യാവിറ്റീസ് ഇടയ്ക്കുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പാർട്ടിക്കിൾസ് അകത്ത് നിൽക്കുമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങേര് അപ്പോൾ ഓരോരോ ഫുഡ് കഴിഞ്ഞാലും ബ്രഷ് ചെയ്താൽ തെറ്റല്ലെന്ന് ഇഫ് ഐ ആം അവെയർ, വെൻ ഹി അറ്റൻഡ്സ് ഐ വിൽ നോട്ട് സേ എനിത്തിങ് റോങ്. നമ്മൾ പല കാര്യങ്ങളും അവെയർ അല്ലാത്തതും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പലരെയും തെറ്റെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ വെൻ ഐ ആം അവെയർ, I can live happily in the society for having holistic life. നമ്മൾ ഈ ഹെൽത്തി ലൈഫ് എന്നൊക്കെ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഐ ആം ഹെൽത്തിയർ ഇൻ കേസ് ഇഫ് മെഡിക്കൽ ഡോക്ടർ സേസ് ദാറ്റ് യു ആർ ഹെൽത്തിയർ. ആസ് പെർ മൈ ഡെഫിനിഷൻ ഇറ്റ്സ് നോട്ട്. മെഡിക്കൽ ഡോക്ടേഴ്സ് സേ ആസ് പെർ ദ പാരാമീറ്റേഴ്സ് വിച്ച് ആർ ബീൻ ഡിഫൈൻഡ് ബൈ സംബഡി എൽസ്. നിങ്ങൾക്ക് അതിനെക്കാട്ടിലും കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ഹെൽത്ത് ഈസ് ഹെൽത്ത്. ഹെൽത്ത് മീൻസ് ഈവൻ ഇഫ് യു ആർ having some extremities in either your blood pressure or your diabetes or sugar level or your what is that cholesterol level, these three are maximum everybody try to check, or your uric acid or creatine, whatever you say that. ഇതെല്ലാം നോർമലിൽ നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റും. ഈ നോർമൽ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന നോർമൽ അല്ല. നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ അക്സെപ്റ്റൻസിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ 5 സ്റ്റോറി പടപടാന്ന് നിങ്ങളെ കൊണ്ട് കയറാൻ പറ്റും. ബട്ട് യുവർ ഷുഗർ ലെവൽ ഈസ് ക്വൈറ്റ് ഹയർ, യുവർ BP ലെവൽ ഈസ് ഹയർ, യുവർ കൊളസ്ട്രോൾ ഈസ് ഹയർ ആണെങ്കിലും നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ 5 സ്റ്റോറി ഫ്രീ ആയിട്ട് കയറുവാണെങ്കിൽ യു ആർ നോട്ട് ഹാവിങ് എനി പ്രോബ്ലം. Because I said that when you think holistically, first definition says that your medical report on higher side. Second report says that can you walk or can you climb up to 5 stories? If you say yes, then you are normal. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെയും അവയർനെസ്സും അറ്റൻഡിങ്ങിനും എടുക്കാനുള്ള ആവശ്യം. അല്ലാതെ ജസ്റ്റ് നമ്മൾ ഈ ബുക്കിഷ് ലെവലിലെ ഉള്ള ഒരു തിയറി മാത്രം പഠിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ് എന്ന് അങ്ങനെ വന്നിരുന്നാൽ സുപ്രീം കോർട്ടിലെ ഈ 3 ബെഞ്ച് ജഡ്ജസ്, 5 ബെഞ്ച് ജഡ്ജസ്, 7 ബെഞ്ച് ജഡ്ജസ്, 13 ബെഞ്ച് ജഡ്ജസ് വരെ ഉണ്ട്. അപ്പം അത്ര ബെഞ്ചസിന്റെ ആവശ്യമില്ല. ഇഫ് എവറിബഡി ക്യാൻ റീഡ് ഇൻ ദ സെയിം ആംഗിൾ. ഞാൻ പറയുന്നതിനെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നു, എത്ര പേര് നെഗേറ്റ് ചെയ്യുന്നു പറയാവോ? പറയാം. നെഗേറ്റ് ചെയ്യുന്നവർക്ക് പറയാം. സാർ ചുമ്മാ വാചം അടിക്കല്ലേ സാർ, പറയൂ. അപ്പോഴാണെങ്കിലും നമുക്ക് ലൈവ് ക്വസ്റ്റ്യനും ആൻസർ കയറുമ്പോഴാണ് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. യെസ്, ബീന മാം യെസ് സാറാണ് പറഞ്ഞത്. താങ്ക് യു ബീന മാം. ഞാനും യെസ് ആയില്ലോ. ഓ താങ്ക് യു സ്നേഹ മാം, കുറച്ചു കാലമായി കണ്ടിട്ട്.
അപ്പോൾ ഈ ബെഞ്ചസിന് എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനിഷനെ ഓരോ ആളും അതിനെ ഇൻഫർ ചെയ്യുന്നത് ഡിഫറെന്റ് ആംഗിളിലാണ്. ആ ആംഗിൾ എവിടെ നിന്ന് വന്നു? ഓരോരുത്തരും അവരവരുടെ ചിട്ടപ്രകാരമാണ്. എന്ത് ചിട്ട? ഓരോരാളുടെയും അവരുടെ ലൈഫ് സ്റ്റൈൽ വിത്ത് ദ സൊസൈറ്റി ഈസ് ഡിഫറെന്റ്. ആ ലൈഫ് സ്റ്റൈലിലെ ഡിഫറൻസ് വെച്ചാണ് അവർ എപ്പോഴും ബാക്കിയുള്ളവരെ നോക്കുന്നത്. ബിക്കോസ് എവരിബഡി തിങ്ക് ദാറ്റ് ഐ ആം റൈറ്റ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും വിചാരിക്കുന്ന ഞാനാണ് റൈറ്റ്, ബാക്കിയുള്ളവർ എന്നെ പോലെ ജീവിക്കാൻ തുടങ്ങണം. അവിടെയാണ് നമ്മുടെ ഒരു ചെറിയ ഡിഫറൻസ്. എന്താന്ന് പറഞ്ഞാൽ അതർ ഗൈ ഈസ് ആൾസോ റൈറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. വെൻ അതർ ഗൈ ഈസ് റൈറ്റ്, you will try to modify yourself to other guys right. നോർമലി ഞാൻ ലോയിൽ പഠിച്ചത് ഈ കോൺഫ്ലിക്റ്റ് അറൈസസ് വെൻ വൺ റൈറ്റ് ആൻഡ് വൺ റോങ്ങിന്റെ അല്ല. വെൻ ടു റൈറ്റ്സ് ആർ there, when two rights are conflicting each other, the conflict arises. അല്ലെങ്കിൽ a issue comes, they go to court. എന്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാദിയും ശരി, പ്രതിവാദിയും ശരി. പ്രതിവാദിയുടെ സൈഡിൽ ശരി, വാദിയുടെ സൈഡിൽ ശരി. ഈ രണ്ടുപേരും കോടതിയിൽ പോകുന്ന എന്താ, എന്റെ ശരിയാണ് ശരി എന്ന് രണ്ടുപേരും കൂടെ കയറും. ഇതാണ് നമ്മൾ ഈ ഹോളിസ്റ്റിക് ലൈഫിൽ നോക്കേണ്ടത്. ഹോളിസ്റ്റിക് ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് we always try to think that I am right. Yes, 100%. It's right that you are right. But you should know that other person's right is also right. When you try to understand other person's right is right and your right is right, however, both the rights are not meeting each other, you will try to little bit adjust yourself to touch that right. When you try to touch that right will come to you and say that we two will meet each other. ഇതാണ് ഒരു സോഷ്യൽ സിസ്റ്റം. ഈ സോഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഈ സെൽഫ് അവയർനെസ്സിൽ ഞാൻ മാത്രം, എന്നെ മാത്രം എന്ന് മാത്രം ചിന്തിക്കാതെ ഈ സോഷ്യൽ സിസ്റ്റത്തിൽ അല്ലെ സെൽഫ് അവയർനെസ്സിൽ നിങ്ങൾ വായിച്ചിരുന്നാൽ ജോഹാരി വിൻഡോ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, I know about myself, others know about myself. I know about myself, others are not knowing. Others are knowing about myself, I don't know that particular knowing. And there are 4 quadrants. First quadrant is I know, he knows about me. And second quadrant says that I know, he doesn't know. Third quadrant says that I don't know, but he knows. Fourth quadrant says that I don't know, he also doesn't know. ഇതാണ് ജോഹാരി വിൻഡോ ട്രൈസ് ടു എക്സ്പ്ലെയിൻ. ഇതിൽ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, അഗൈൻ ദർ ഇസ് എ റെഫറൽ പോയിന്റ്. ഞാൻ അവിടെയാണ് വരുന്നത്, അല്ല ജോഹാരി വിൻഡോയിനുള്ള എക്സ്പ്ലനേഷൻ തരാൻ ഉദ്ദേശിച്ചത്. ഐ ട്രൈ ടു ടെൽ ദാറ്റ് ദർ ഇസ് അഗൈൻ എ റെഫറൻസ് വിത്ത് റെസ്പെക്ട് ടു അതേഴ്സ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ യു ഹാവ് ടു ബി ഹെൽത്തിയർ, you should always make others also healthier. How can you make healthier? You be comfortable with others. When you are comfortable with others, other guy will be also comfortable with you. നിങ്ങൾ ഒരു ഓപ്പോസിറ്റിൽ ഒരാളത് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു നോക്കുക, അവർ തിരിച്ചു പറയും ഗുഡ് മോർണിംഗ് സാർ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡിയർ ഇളങ്കോ എന്ന്, അല്ലെങ്കിൽ എന്താ പറയാ ഒന്നുമില്ല, ഇങ്ങനെയാണ് ആൻസർ ആയിരിക്കും. സോ ദ വേ യു ടെൽ that will be reciprocated to you by the society. So താങ്കൾ ഓരോരുത്തരും ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, to adopt a holistic system, you should first think that you are one among the other elements of the society or in the social system. ഞാൻ ഒരു ചെറിയ പീസേ ഉള്ളൂ, 1000 പേരിലോ അല്ല 10000 പേരിലോ ഒരാളാണ്. I should try to adopt the social system. ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ it will be much easier. But at the same time ഒരു ചോദ്യം കൂടെ വരാം,
അങ്ങനെ ആകുമ്പോൾ ഞാൻ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, you are not living for society, you are trying to adapt to the society. At times, if society is not moving in concurrence with your idea, try to prove your idea to the society that your idea is little better than yesterday. ഇന്നലത്തെ കാട്ടിലും ഈ ഐഡിയയിലെ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ട് പോകുന്നത്. എങ്ങനെ? നമ്മൾ ഒരു 10 വർഷത്തിന് മുമ്പ് ആരെങ്കിലും ഒരാള്, ഞാൻ ഒരു ടാക്സിയിൽ ഒരു 50 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോവാ, ആ ടാക്സിയിൽ ഡ്രൈവർ ഇല്ല, വണ്ടി ഒറ്റയ്ക്ക് ഓടും എന്ന് പറഞ്ഞ ആരെങ്കിലും അന്ന് സമ്മതിച്ചു കാണുമോ? പക്ഷെ ഇന്ന് 2024 if I say that I am going to take a taxi which is not having human driver, പറഞ്ഞാൽ ആരെങ്കിലും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുമോ? We are not disputing. Why? Because we have seen by experience that something is happening in front of us. അതുവരെ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. അത്രേ ഉള്ള കാര്യം. ഏതൊരു മനുഷ്യൻ എന്തൊരു തിയറി പറഞ്ഞാലും, ഏതൊരു മനുഷ്യൻ എങ്ങനത്തെ കാര്യം പറഞ്ഞാലും, till it is proven, till it is demonstrated at least, ആ ഡെമോ കാണുന്നത് വരെ നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അൺലെസ് ഇറ്റ് ഈസ് എ കൺവെൻഷണൽ സിസ്റ്റം ആർ പ്രീ ജഡ്ജ്മെന്റ് സിസ്റ്റം. നമ്മൾ എല്ലാവരും പ്രീ ജഡ്ജ്മെന്റിൽ കൂടെയാണ് പോകുന്നത്. എന്ത് പ്രീ ജഡ്ജ്മെന്റ്? ഞാൻ മരണത്തിന് ശേഷം സ്വർഗത്തിൽ ചെല്ലും. ഇതൊരു പ്രീ ജഡ്ജ്മെന്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഐ ഹാവ് നോട്ട് സീൻ എനി ഡെമോൺസ്ട്രേഷൻ ടിൽ നൗ, ആൻഡ് നെയ്തർ നോബഡി ഹാസ് proven that. പലരും പലത് പറഞ്ഞിരിക്കാം, പല ആൾക്കാർ പല രീതിയിൽ പറയുന്നു. ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ബട്ട് വൈറ്റ് ഐ ഷുഡ് ഡിസ്പ്യൂട്ട് അൺലെസ് ഇറ്റ് ഡിസ്റ്റർബ്സ് മീ. അത്ര മാത്രം എടുത്താൽ മതി. സോ ഇൻ മൈൻഡ്ഫുൾനെസ്സിൽ, ഹോളിസ്റ്റിക് സിസ്റ്റത്തിലോട്ട് വരുന്ന മൈൻഡ്ഫുൾനെസ്സിന് ഞാൻ എന്താ പറയാൻ വന്നെന്ന് പറഞ്ഞാൽ, ഐ ഷുഡ് ബി aware about not only myself, about the social system, about others also. Then I should attend it. The മൂന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ എന്നും എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന, അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്, live and have moment to moment experience. ഈ moment to moment experience എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, ഓരോരോ മൊമെന്റും ഡിഫറെന്റ് ആണ്. ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു കാര്യം ശ്വസിച്ച എയറും ഇപ്പോൾ ശ്വസിക്കുന്ന എയറും ഒന്നല്ല. ഇന്നലെ വൈകിട്ട് ഞാൻ നിന്നത് ട്രിവാൻഡ്രത്താണ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിനിലാണ്. അങ്ങനെ ആകുമ്പോൾ എൻ്റെ എല്ലാം, ഈവൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വരെ എൻ്റെ മാറി. ഇതേപോലെ ഈവൻ മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റോങ് നോഷനിൽ ജീവിക്കുകയാണ്. ഇഫ് ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് എന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. എർത്ത് ഇസ് റിവോൾവിങ്. അപ്പൊ ഇന്നലത്തെ ആക്സിസിൽ അല്ല ആക്സിൽ നിന്ന് ടോട്ടൽ എർത്തിന്റെ ഡയറക്ഷനും ആംഗിളും ഇന്നല്ല. സം ഡിഗ്രീസ് ആർ മൂവിങ്. അതാണ് സയൻസ് നമ്മളെ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇന്നലത്തെ നോളജ്, ഇന്നലത്തെ എയറും, ഇന്നലത്തെ സിസ്റ്റമും, ഇന്നലത്തെ ആംഗിൾ ഓഫ് എർത്ത് പൊസിഷനും ഇന്നല്ല. അപ്പം എവറിത്തിങ് ഇസ് ചേഞ്ചിങ്, ബട്ട് വി ട്രൈ ടു ഡിഫൈൻ അവർ സെൽഫ്. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റിൽ ഡെയിലി താമസിച്ചാൽ ആ ഫ്ലാറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, അവിടെ സ്റ്റഡിയാണ്. ട്രിവാൻഡ്രം വെറും എന്താ സ്റ്റാറ്റിക് ആണ്, അതിന് മുകളിൽ കൂടെ കാറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി മൊബൈൽ, ഹൗ ക്യാൻ ഇറ്റ് ബി എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ഓരോന്നും നമ്മളെ കൺഫ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ റോങ് നോഷനിലോട്ട് എത്തുകയാണോ എന്ന് ഒരു സംശയമേ ഉള്ളൂ. മേ ബി യു ആർ റൈറ്റ്, ഐ എം നോട്ട് ഡിനൈങ് ഇറ്റ്, ഐ എം നോട്ട് കോൺട്രഡിക്റ്റിംഗ് യു, ബട്ട് the holistic system says that you have to accept others' mood, others' emotion, others' thought, and other social condition. അപ്പം other social condition എന്ന് പറഞ്ഞാൽ ജിയോളജിക്കൽ കണ്ടീഷൻ വരാം, എക്കോളജിക്കൽ കണ്ടീഷൻ വരാം. ഇതിനെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് if you try to accept and live yourself, ഞാൻ അതാണ് പറഞ്ഞത്, 7 words are totally sufficient to live and have the capsule of
വാട്ട് യു കോൾ ദാറ്റ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് പറഞ്ഞ വലിയ ടോപ്പിക് ആണോ എന്ന് വെച്ചാൽ അതെ, വലിയ ടോപ്പിക് അല്ല, ചെറിയ ഏരിയ അല്ലേ, ചെറിയ ഏരിയ ആണ്. ബട്ട് ഇറ്റ് ഈസ് എ വേ ഓഫ് ലിവിങ്. വേ ഓഫ് ലിവിങ്ങിന് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ പോകണം എന്ന് പറഞ്ഞു തരുന്നതിന് പകരം ഹൗ ക്യാൻ യു ബി ഹാപ്പിയർ ഫർദർ, ഹൗ ക്യാൻ യു ബി ഹാപ്പിയർ എന്ന് പറഞ്ഞാൽ ദെൻ വാട്ട് ഈസ് ഹാപ്പി എന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും പറയാമോ? വാട്ട് ഈസ് ഹാപ്പി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്? സുഖകരമായ ഒരവസ്ഥ. ഇതെല്ലാം നമ്മൾ വേറെ ആരെങ്കിലും ഓരോ മൊമെന്റും തൃപ്തിയോടുകൂടി നമ്മളെ തന്നെ അറിഞ്ഞ് ജീവിക്കുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും. അല്ല, തൃപ്തിയോടുകൂടി നമ്മളെ തന്നെ നമ്മൾക്ക് തൃപ്തിയോടുകൂടി ജീവിക്കുക. ഓരോ മൊമെന്റും തൃപ്തി. ഓക്കെ, മാഡം നമ്മൾ തൃപ്തിയോടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ വിശന്നിരിക്കുകയാണ്, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല, വൈകിട്ട് 8 മണിയാകുന്നെന്ന് വെച്ചോളുക, എനിക്ക് തൃപ്തിയാകാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. വിശപ്പും ദാഹവും ഒക്കെ നമ്മുടെ സ്വന്തം ഒരു സ്വഭാവമല്ലേ. അപ്പോ ശരി, ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കാം. 41 ദിവസം റോസ ഇരിക്കുന്ന ഒരു ഇസ്ലാമിലുള്ള ഒരു സഹോദരനടുത്ത് 18ാമത്തെ ദിവസം റോസ ഇരിക്കുന്ന ദിവസം മാഡം ഈ സെയിം ചോദ്യം ചോദിക്കുക, അവൻ അന്ന് തൃപ്തിയായിരിക്കോ ഇല്ലയോ? അവിടെ ഒരു പർപ്പസ് ഉണ്ടല്ലോ. അല്ലല്ല, പർപ്പസിന് വിട്ടേക്ക, തൃപ്തിയാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ വി ട്രൈ ടു പ്രീ ജഡ്ജ്. ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. വി ആർ ഡിഫൈനിങ് അവർ സെൽഫ്, ഇങ്ങനെ ആകാവൂ, ഇങ്ങനെ ആകാവൂ. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി ചെയ്താൽ അത് ഓക്കെ, അല്ലാതെങ്കിൽ ഓക്കെ ഇല്ല. അങ്ങനെയാണോ മാഡം? ചന്ദ്രകല മാം, സ്വന്തമായിട്ടുള്ള ഒരു കണ്ടന്റ്മെന്റ് ആണ് അത്. അതെ. അല്ല, ഞാൻ ഐ ആം നോട്ട് പുള്ളിങ് ആർ പുഷിങ് എനിവേർ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, വി ട്രൈ ടു ഡിക്ലെയർ അവർ സെൽഫ്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ആക്ച്വലി ഹാപ്പി എന്ന ഒരു സ്റ്റേറ്റ് നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. ഈവൻ ഇൻ ക്രൈയിങ് പൊസിഷൻ യു ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്. അതാണ് മൈൻഡ്ഫുൾനെസ് ട്രൈസ് ടു ടീച്ച് യു that live in that particular moment without bringing any reference. നമ്മൾ ഒരു സ്ഥലത്ത് റെഫർ ചെയ്യുമ്പോഴാണ്, മാഡം ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്ത് കാര്യം പറഞ്ഞു? അത് ഒരു പർപ്പസിന് വേണ്ടിയല്ലേ, ഒരു പർപ്പസിന് ഒരു റെഫറൻസ് എടുത്തുകൊണ്ട് വന്നു. ആ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഇരിക്കാം. ആ പർപ്പസ് ഇല്ലാതെ വേറൊരു പർപ്പസ് ആണെങ്കിൽ ഐ വിൽ ബി ക്രൈയിങ്. അപ്പം ഈ പർപ്പസോ ഒരു റെഫറൻസോ കൊടുത്തില്ലെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് കണ്ടീഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ, ബയോളജിക്കൽ നീഡിന് വേണ്ടി ഞാൻ ഫുഡ് കഴിക്കണമായിരുന്നു, കഴിച്ചില്ല, ഫുഡ് കിട്ടിയില്ല, ഫൈൻ, ഞാൻ ഐ വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ നൈറ്റ്. ചിന്തിച്ചാൽ കാര്യം കഴിഞ്ഞു. അപ്പം അതിലും ഒരു എക്സ്പെക്ടേഷൻ വയ്ക്കാതെ മൈ ബോഡി അക്സെപ്റ്റ്സ്, ഈവൻ ഇഫ് ഐ ഡോണ്ട് ടേക്ക് ഫോർ 8 to 10 hours ഫുഡ്, മൈ ബോഡി കൺട്രോൾസ് ഇറ്റ് സെൽഫ്, or മൈ ബോഡി അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചാൽ ഇതിനകത്ത് ഒരു സംശയവും പറഞ്ഞില്ല. ശരിയാ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ആരും അനലൈസ് ചെയ്യാതാണ് പല സമയങ്ങളിൽ ഓടുന്നത്. ഇതാണ് ഞാൻ കണ്ടെത്തിയ live in the present or live that particular moment, have experience of moment to moment experience. ഈ moment to moment experience ഇരിക്കുമ്പോൾ don't have prejudgment. നീ വേറെ പ്രീ ജഡ്ജ്മെന്റിന്, നീ വിശന്നാൽ ഹാപ്പി അല്ല. നീ വിശപ്പെല്ലാം അടക്കി നോർമൽ ആകുമ്പോൾ മാത്രമേ നീ ഹാപ്പിയർ ആകുന്നുള്ളൂ എന്ന് നമ്മൾ ഒരു പ്രീ ജഡ്ജ്മെന്റ് ചെയ്തു പോകുമ്പോഴാണ് നമുക്ക് ഹാപ്പി സ്റ്റേറ്റ് ഇതാണോ, ഹാപ്പി സ്റ്റേറ്റ് അതാണോ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ബട്ട് ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ആ സിറ്റുവേഷനിൽ ഒരാൾ രാവിലെ 5:45 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ കഴിക്കാതെ 5:45 അങ്ങേരുടെ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഹി ഈസ് മോർ ഹാപ്പിയർ. യെസ്, ഐ കുഡ് അക്കംപ്ലിഷ് വാട്ട് ഈസ് റിക്വയർഡ്, ഐ എം ഹാപ്പിയർ എന്ന് പറയും. അല്ലേ ചന്ദ്രകല മാം? ശരിയാണ്, ശരിയാണ്. അതെ. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ്, വി ഡിഫൈൻ അവർ സെൽഫ് ഹൗ ടു ബി ഹാപ്പിയർ.
അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. സോ ബി അവെയർ, അറ്റൻഡ്, ഹാവ് മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ആണ്. എന്ത് ജഡ്ജ്മെന്റ്? ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിശക്കും, വിശന്നാൽ ഞാൻ ഹാപ്പിയർ ആയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു സിറ്റുവേഷൻ വേണം, ഞാൻ വ്രതമായിട്ടിരിക്കണം, ആ വ്രതം ഇത്രയും സമയങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്താലാണ്, ഓരോരോ മണിക്കൂറും കൂട്ടിക്കൊണ്ടു പോയാൽ ഇത്ര 5 മണിക്കൂർ കഴിച്ചില്ല, 6 മണിക്കൂർ കഴിച്ചില്ല, 7 മണിക്കൂർ കഴിച്ചില്ല, റൈറ്റ്, ഞാൻ സക്സസ്ഫുള്ളി ലീഡിങ് 8 അവർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വി വിൽ ലീഡ് ടു ഹാപ്പിനെസ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് ഒന്നിനെ ഓരോരോ മനുഷ്യനും അവരവരായിട്ടാണ് തീരുമാനിക്കുന്നത്, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്ന്. അപ്പോൾ നമ്മളായിട്ട് തീരുമാനിച്ചെടുക്കുക, ഇങ്ങനെ ഒന്നുമല്ല, വളരെ സിംപിളറായിട്ട് ലിവ് ചെയ്യുക. വളരെ സിംപിളർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഹാവിങ് എനി പ്രീ ജഡ്ജ്മെന്റ്. അങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ദ അതർ പേഴ്സൺ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ സൊസൈറ്റി വിൽ ട്രൈ ടു അക്സെപ്റ്റ് യു. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഹി കംസ് വിത്ത് സർട്ടൻ ഡിമാൻഡ്, യു ട്രൈ ടു അക്സെപ്റ്റ് ഹിം. He is not coming with a demand, you still accept him. അപ്പം you are not having pre-condition. അദ്ദേഹം എന്നോടത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഗുഡ് മോർണിംഗ് പറയാവൂ, അല്ലെങ്കിൽ അദ്ദേഹം ഹലോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഹായ് എന്ന് പറയാവൂ. ഇതെല്ലാം പ്രീ കണ്ടീഷൻസ് ആണ്. Whether he says or he doesn't say, you say hi, move on, don't expect his answer, because you wanted to make your body, your mind happier on that particular moment. താങ്കൾ ഒരു മനുഷ്യനെ കണ്ട് സേ ഹായ്, മൂവ് ഓൺ. അദ്ദേഹത്തിന് കണ്ണുപോലെ നടരുത്. കണ്ണ് നട്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്ത്? ദേഷ്യപ്പെട്ടോ, അല്ലെങ്കിൽ ചിരിക്കാൻ ശ്രമിച്ചോ, ചിരിച്ചോ, ഇതെന്തിനാ നോക്കുന്നു? യു വാണ്ടഡ് ടു ജസ്റ്റ് മീറ്റ് അതർ പേഴ്സൺ വൈൽ ഹി ക്രോസിംഗ്, rather you are crossing a person, he is a human, you just want to acknowledge another human is crossing you. കഴിഞ്ഞ കാര്യം. അപ്പം അതിനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചിത്തപ്പെടുത്തുവാണെങ്കിൽ we can live in the society much happier. എങ്ങനെ? To adapt to the situation. Either to adopt to the situation or to adapt to the situation. ADEPT, ADOPT രണ്ടെണ്ണം ഉണ്ട്. അഡോപ്റ്റ് ഉണ്ട്, അഡപ്റ്റും ഉണ്ട്. either of that you do it, you will be more happier. അപ്പം ഈ സിറ്റുവേഷനിൽ വരണമെങ്കിൽ എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ we should try to indirectly lose all the social prejudgment. ഇതാണ് ഒരു മേജർ പ്രോബ്ലം. ഈസ് നമ്മൾ അതിനെ വിടാൻ റെഡി അല്ല. എന്ത് റെഡിയല്ല? ഇപ്പോൾ ഞാൻ ഒരു 1-2 hours മുമ്പ് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് വേണമെങ്കിൽ പറഞ്ഞു തരാം. വി ടോക്ക് ഒരു അഡലസന്റ് പിള്ളേർ, ഒരു ആണും ഒരു പെണ്ണും സംസാരിച്ചുകൊണ്ടിരുന്നാൽ അറൌണ്ട് 10 years ബാക്ക് വി സേ ദാറ്റ് അവർ രണ്ടുപേരും തെറ്റിപ്പോയിരുന്നു. അങ്ങനെയല്ലേ സാബു സാർ? ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു ആണും പെണ്ണും ഒരു മരത്തിന്റെ താഴെ നിന്ന് പോയാൽ അവർ തെറ്റിപ്പോയി എന്ന് പറയും. ഒരു 5 വർഷത്തിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ഹൗ ലോങ് ദേ വർ ടോക്കിംഗ്? അവർ 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചാൽ കുഴപ്പമില്ല, 10 മിനിറ്റിന് കൂടുതലാണെങ്കിൽ കുഴപ്പമാണെന്ന്. പിന്നെ മീ ടു വേറെന്തോ ഒരു സാധനം വന്നിരുന്നു, ചുംബന സമരം എന്നൊക്കെ എറണാകുളത്തൊക്കെ. അതിനൊക്കെ ആദ്യം ആൾക്കാരുടെ ഒപ്പോസ് ചെയ്ത്, അത് കഴിഞ്ഞ് ചുംബന സമരം, നീ എന്ത് സമരം വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്ക് എന്താന്ന്. വി സ്റ്റാർട്ടഡ് നോട്ട് ഹാവിങ് പ്രീ ജഡ്ജ്മെന്റ്. ആരെന്ത് വേണമെങ്കിലും ആകട്ടെ, ഐ വോണ്ട് ടു ലീവ് മൈസെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പം അങ്ങനത്തെ സമരങ്ങൾ അതിനുശേഷം നമ്മൾ കണ്ടിട്ടേ ഇല്ല. ബിക്കോസ് സൊസൈറ്റി സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് or started living moment to moment, or that particular moment what is going on, accept it, leave it, കഴിഞ്ഞു. ഇപ്പോൾ ഈവൻ ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു, എന്താ ഒരു മിനിയ, എന്താ ഒരു ലേഡി ഹാസ് ബിക്കം എ മാൻ. അയാളുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിലെ വലിയ ഫോട്ടോ കൊടുത്തിട്ട് ഹീസ് വർക്കിംഗ് സംവെയർ, നൗ ഹി ഹാസ് ബിക്കം മാൻ, ഹി ഹാസ് അപ്ലൈഡ് ടു കളക്ടറേറ്റ് ദാറ്റ് ഹിസ് all the gender and name can maybe changed എന്ന് ഗസറ്റിൽ ആൾറെഡി വന്നു. അപ്പം അതുവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി? അത് അവന്റെ പണി, നമുക്ക് എന്താ പ്രോബ്ലം? അവൻ ഫീമെയിൽ ആയിരുന്നു ഇന്നലെ വരെ, ഇന്ന് മെയിലായി, ഓക്കെ, ചേഞ്ച് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് മീ, ലെറ്റ് ദ ഡോക്യുമെന്റ് ബി ചേഞ്ച് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ മാറ്റാൻ തുടങ്ങി.
പണ്ട് ഇങ്ങനല്ല. സൊസൈറ്റിയിൽ ഒരാള് ഒരു ഫീമെയിൽ മെയിലായിട്ട് മാറുവാണെങ്കിൽ, മെയിൽ ഫീമെയിൽ ആയിട്ട് മാറുവാണെങ്കിൽ അത് നാടെല്ലാം പാട്ടായിരിക്കും. ഇത് ഒരു വലിയ കാര്യമായിരിക്കും. Now the society started moving in the mindful way, accepting what is going on at that present moment. So if we also start accepting that present moment, we will live happily. How to change ourselves? അതാണ് അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ. ഹൗ ടു ചേഞ്ച് ourselves? ഇത് ഇത്രയും നോളജ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ we have to change ourselves by rubbing out our pre-judgment. Pre-judgmentകൾ ഒന്നും എടുക്കരുത്. ഞാൻ പണ്ട് ഒരിക്കലും എക്സാമ്പിൾ പറഞ്ഞിരുന്നത്, എന്ത് പ്രീ-ജഡ്ജ്മെന്റ്? സർപ്പം എപ്പോഴും തീണ്ടിയാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ ICUയിൽ അഡ്മിറ്റ് ആകും. അഡ്മിറ്റ് ആയാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം നമ്മൾ മരണപ്പെടും. പക്ഷെ വാവ സുരേഷ് എന്ന് പറയുന്ന ആള് എപ്പോഴും സർപ്പത്തിന്റെ കൂടെ തന്നെ ജീവിക്കുന്നത് പോലെയാണ് അങ്ങേരെ ഇരിക്കുന്നത്. ഏത് സർപ്പത്തിനെയും എപ്പോഴും വേണമെങ്കിലും വിളിക്കുന്നു, അങ്ങേരെ ബാഗിനകത്ത് എടുക്കുന്നു, അങ്ങേരെ കൂടെ കൊണ്ടുപോകുന്നു. വീട്ടിൽ പോലും അത്രയാണ് വെച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. വീട്ടിൽ ഇഷ്ടംപോലെ സർപ്പം വളരുന്നുണ്ട്, അവിടെയൊക്കെ കടന്ന് ഓടുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടതോളം. ഞാൻ പ്രാക്ടിക്കലി ആ ഹൗസിനകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് I am not authenticated, means I am not giving an authenticated statement, but it's a hearsay. അപ്പം ഇതിനെ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിന് ശല്യപ്പെടുത്തുന്നില്ലെങ്കിൽ അത് നമ്മളെ ശല്യപ്പെടുത്തില്ല. യു എൻഷുർ ദാറ്റ് ഈവൻ ഈ പട്ടി പോലും നമ്മുടെ ദേഹത്തുള്ള ഈ കോർട്ടിസാലിന്റെ ഡെവലപ്മെന്റ് കണ്ടിട്ടാണ്, അതിന്റെ സ്മെല്ല് കിട്ടിയിട്ടാണ് അത് നമ്മളെ ചേസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ വായിച്ചത്. Otherwise, a person who stands steadily, his cortisol level will not be higher. അപ്പം അദ്ദേഹത്തിന് ഫിയർ വരത്തില്ല, അദ്ദേഹത്തിന് അഡ്രിനാലിന്റെ ലെവൽ കൂടത്തില്ല, ബ്ലഡ് പ്രഷർ കൂടത്തില്ല, അപ്പൊ പൽപിറ്റേഷൻ കൂടത്തില്ല. പൽപിറ്റേഷൻ കൂടുന്നല്ല, കോർട്ടിസോൾ കൂടുമ്പോഴാണ് ഒരു സ്മെല്ല് വരുന്നത്. ആ സ്മെൽ റൈറ്റ്ലി ഡോഗ്സ് സെൻസ് ആൻഡ് ഇറ്റ് ട്രൈസ് ടു ചേസ് എ ഹ്യൂമൻ എന്നാണ് ഞാൻ സയൻസിൽ വായിച്ചത്. ഹൗ മച്ച് ഇറ്റ് ഈസ് ട്രൂ ഐ ഡോണ്ട് നോ. ഇറ്റ് ഷുഡ് ബി ട്രൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് പേടിക്കുന്ന ആൾക്കാരെയാണ് പട്ടി എപ്പോഴും ഓട്ടിക്കുന്നത്. പട്ടി എപ്പോഴും നമ്മൾ ഓടുന്നവരും ഓട്ടിക്കും, നമ്മൾ തിരിഞ്ഞു നിന്നാൽ പട്ടി തിരിയുമെന്നാണ് അത് നോർമൽ ചൊല്ലുണ്ട്. അതിലിരുന്ന് അത് നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മേക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ടു ഹാവ് യുവർ ഹെൽത്തിയർ ലെവൽ or healthy system, you should adjust with the society as much as possible. But I am not saying that you should get carried away by the society. അങ്ങനെ അല്ല, നിങ്ങളുടെ ഓൺ ജീവിതം ജീവിക്കുക. ബട്ട് സോഷ്യൽ സിസ്റ്റത്തിന് കൂടെ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, the holistic system will be quite all right. അപ്പോൾ ഹോളിസ്റ്റിക് സിസ്റ്റം all right ആകുവാണെങ്കിൽ, when other person just smiles at you, you will be able to smile or repay to him. When you repay by smiling, your dopamine level increases because somebody is rewarding you, accepting you എന്നാണ് dopamine. Dopamine is a reward hormone. Reward hormone എങ്ങനെ? അടുത്ത മനുഷ്യൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവാർഡ് തന്നു, യെസ് യു ആർ എ ഹ്യൂമൻ, യു ആർ എ ബെറ്റർ പേഴ്സൺ, യു ആർ റിയലി വർത്ത് വൈൽ ടു ഗ്രീറ്റ് എന്നൊക്കെ ഒരു ലെവലിൽ കാണുമ്പോഴാണ് നിങ്ങളെ അവർ ഗ്രീറ്റ് ചെയ്യുന്നത് എന്നാണ്. ആ സമയത്ത് when you return back the smile or when you return hi എന്നൊക്കെ പറയുമ്പോൾ, you try to enhance your dopamine level. When you try to enhance your dopamine level or happy hormone, when you raise your happy hormone, you live a little more happier, or your body comes to a better state of calmness or happiness. Happiness, however, is a referral point. Therefore, I don't re-emphasize happiness. പക്ഷെ നമുക്ക് തൽക്കാലം ഹാപ്പിനെസ്സിനെ കുറിച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് അഗൈൻ ഞാൻ ആ വേർഡിനെ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ വാക്കിൽ ഹാപ്പിനെസ്സും സോറോനെസ്സും ഒന്നാണെന്ന്. വെൻ യു സ്റ്റാൻഡ് ഇൻ സോറോനെസ്, -2 is also plus when you compare to -5. ഈ നമ്പർ സിസ്റ്റം ആർ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ കൂടെ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എമോഷണൽ സ്റ്റേറ്റിന്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞത്.
അപ്പോൾ -2 ഈസ് എ നെഗറ്റീവ്, ഹവർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് വെൻ യു കമ്പയർ ടു -5. അതേപോലെ സോറോനെസ് നോക്കുമ്പോൾ എൻ്റെ സോറോനെസ് ഒരു ഉറുമ്പ് കടിച്ചതുകൊണ്ട് സോറോനെസ് ഉണ്ടുമ്പോൾ വേറൊരുത്തന്നെ തേള് കടിച്ചത് കൊണ്ട് ഉള്ളതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ സോറോനെസ് ഒരു ഹാപ്പി സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ പക്ഷേ ഇത് may not be taken as a quote, ഞാൻ സിമ്പിളറായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം സോറോനെസ്സും ഹാപ്പി സ്റ്റേറ്റും ക്യാൻ ബി ഷിഫ്റ്റഡ്. കയ്യിൽ ആ വാചകങ്ങൾ വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം, അങ്ങോട്ട് എടുക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഓൺ തിങ്കിങ് ആർ തോട്ട് പ്രോസസ്. അപ്പൊ നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ സിമ്പിളർ ആക്കുവാണെങ്കിൽ വി ക്യാൻ ഡു എനി ടൈം ആൻഡ് എവറി ടൈം എനിത്തിങ്. അപ്പൊ ഇത്രയും ചെയ്തു വരുവാണെങ്കിൽ ദ അതർ പാർട്ടീസ് ആൾസോ ഗെറ്റ് ബെനിഫിറ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ്. എന്താന്ന് പറഞ്ഞാൽ വെൻ ഐ ആം ഹാപ്പിയർ, മൈ ഫാമിലി, എന്നോടത്ത് സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഓരോരാളും they will try to be happier. When they are happier, when they go out, they will be happier with other person who is on the road. When other person who is on the road is happier, when he moves out, he will pass on that happiness to the next neighbor also or somebody else. But ingana cheyanengil we should not only think about ourselves but holistic manner. അതിനാണ് എനിക്ക് ഏറ്റവും സാബു സാറിന് ഇഷ്ടം. സാറ് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, സാറ് ഒരു ഹോളിസ്റ്റിക് മെത്തേഡിൽ വന്നതിന് എനിക്ക് ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹമുണ്ട്. ഹോളിസ്റ്റിക് സിസ്റ്റം ഓൾവേസ് എൻഹാൻസസ് ദ സോഷ്യൽ സിസ്റ്റം ആർ സൊസൈറ്റി ആർ ഈവൻ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഈ ഗ്രീൻ എഫക്ട്സിന് മരവും ചെടിയും കൊടിയും വയ്ക്കുന്നതിൻ്റെ റീസൺ, നമ്മൾ ഒരു മരം വച്ചാൽ ആ മരം വളർന്നാൽ അതിനകത്ത് 2 പക്ഷികൾ വന്നിരിക്കും. 2 പക്ഷികൾ വന്നിരുന്നാൽ അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കും, അവർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്ന് കൂട് വെച്ചിരിക്കും. ഇങ്ങനെ പല പല കഥകളുണ്ട് ഒരുപാട്. അതിൻ്റെ ഒരു സൈക്ലിക് സിസ്റ്റമാണ്. ആ സൈക്ലിക് സിസ്റ്റം കംസ് ഈവൻ എ ഹ്യൂമൻ ഗോസ്, ഹി ഗെറ്റ്സ് ഷെയർഡ് ഫ്രം ദ സൺ, ഹി ക്യാൻ എസ്കേപ്പ്. ഇങ്ങനെ പല കാര്യങ്ങൾ. ഹി ക്യാൻ ഗെറ്റ് ഓക്സിജൻ, ഗുഡ് ഓക്സിജൻ. ഇങ്ങനെ ഇഫ് യു തിങ്ക് little differently, you can live very happily. ഇതിനൊക്കെ ചിന്തിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ഇപ്പോഴും ചിന്തിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തത്, ഈ ലോകത്തില് ഏതോ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ അൽമൈറ്റി ഹാസ് മേഡ് ഡിഫറെന്റ് പ്ലാൻസ്. എല്ലാം എൻ്റെ ഈ 10 സെന്റ് സ്ഥലത്തിനകത്ത് തന്നെ ഒരു പച്ചമുളക്, ഒരു മാങ്ങ, ഒരു തക്കാളി, ഒരു കത്തരി, ഒരു പാവൽ, ഇത്രയും വെച്ച് നോക്കാം. All the yielding are different in taste. How is it possible? But വേറൊരു കാര്യം, ഇതിനകത്തിരുന്ന് അതും അതിനകത്തിരുന്ന് ഇതും വരാറില്ല. ചില കാര്യങ്ങളില് കയ്പും, ചിലതിന് ഉപ്പും, ചിലത് തോർപ്പും, ചിലതിന് പുളിപ്പും, ചിലതിന് ഇനിപ്പും, എന്നൊക്കെ ഇങ്ങനെ കുറെ നമ്മൾ we get different tastes within simple 5 cent or 10 cent. Then we will also have different personalities in the society. We have to live together. ഒരു പാവലും ഒരു പച്ചമുളകും ഒരു മാവും അവിടെ വെച്ചാൽ എല്ലാം വളർന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റബിൾ ആയിട്ട്. ബട്ട് we human are ever thinking that it is my zone. ഞാനാണ് രാജാവ്. ഈ രാജാവ് സിസ്റ്റം നമ്മൾ വിട്ടു കഴിഞ്ഞാൽ we will able to live together. Togetherness will always make 2 + 2 = 5 എന്ന് പറഞ്ഞ ഒരു സിനർജി എന്നൊരു സിസ്റ്റം ഉണ്ട്. We will lead to synergy. ചിലർ പറയും 1 + 1 = 11 എന്ന്. അത് വളരെ കൂടിപ്പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 + 2 = 5 എന്ന് ഞാൻ പറയാറുള്ളത്. അപ്പം 1 + 1 11 വരെ പോവുകയാണെങ്കിൽ അതൊരു ഹയർ ഓർഡർ സിനർജി ആയി പോകും. അപ്പം ഒരു സിമ്പിൾ ആർ മൈൽഡ് ഓർഡർ സിനർജി സിസ്റ്റമാണ് 2 + 2 = 5. അപ്പം നമ്മൾ 2 + 2 = 5 ലെവലിൽ വന്നാൽ തന്നെ we will have a society of good health in throughout the area. പിന്നെ what you give to the society you will get back. You will get back if you say good morning to another person today, he will replicate next day. അദ്ദേഹം ആദ്യം പറയും, ഞാൻ സാബു സാറിനെ കാണുമ്പോൾ സാബു സാർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു സാർ പറയാം മോർണിംഗ് സാർ. നെക്സ്റ്റ് ഡേ സാബു സാർ will intend to say good morning first.
before I open up the mouth again, second day, he will try to tell. That is a system we can develop. എങ്ങനെ ഡെവലപ്പ്? Again, you may ask that. അത് ഒരു pre-judgment അല്ലേ? അതെ, pre-judgment ആണ്. Sometimes he may not say also. Because every day he will be thinking on different innovative idea ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല. അടുത്തൊരു മനുഷ്യൻ വരുന്നത് പോലും ചിലപ്പോൾ ചിന്തിച്ച് കാണത്തില്ല. If he is not saying that, leave it. But at any case, he is not going to throw stone on you, or not going to beat you, not going to bang you. പിന്നെന്താണ് പ്രശ്നം? Either they are congenial with you or they are not disturbing you. But if you are congenial with others, if you try to support others, you will live in the happy state. When you say good morning, you say good morning to other gentlemen, don't look at his eyes and body. Just move on. Because you want to make happier to you, by which you will become happier. No doubt at all. Because നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്നത്. ഞാൻ അവനെ ഗുഡ് മോർണിംഗ് പറഞ്ഞു, അവൻ തിരിച്ചു പോലും പറഞ്ഞില്ല, അവനൊരു കഴുതയാണ്, അല്ലെങ്കിൽ അവൻ ശരിയാണോ, നാളെ തൊട്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയണ്ട. നമ്മൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് പോവാം. ബിക്കോസ് യു ആർ ട്രൈയിങ് ടു എൻഹാൻസ് യുവർ ഹാപ്പി ഹോർമോൺസ് എന്ന് മാത്രം ചിന്തിക്കുക. That will try to make you more happier. ഇത്ര വരെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പുലർത്തേണ്ട ഒരു സമഗ്രതയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് അല്ലെ? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മളെ നോക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുകളെയും നമുക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെയും എല്ലാം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നൊരു സമൂഹ ജീവിയാണ്. സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റുപാടുകളെയും നമ്മളെയും ചേർത്തിട്ടുള്ള ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക, നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ. അപ്പൊ ആ സമഗ്രതയെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. രാജു ഫിലിപ്പ് സാർ. സാറേ, ഹാപ്പി ഹോർമോൺസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, ഡോപ്പാമിൻ ഇല്ലെങ്കിൽ നമുക്ക് പാർക്കിൻസൺ ഡിസീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടെങ്കിൽ പോലും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത്. കറക്റ്റ് ആകും സാർ. ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ കുറവുണ്ടാവും. ഇതെങ്കിലും ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹാപ്പി ഹോർമോൺ ആണ്. താങ്ക് യു സാർ, താങ്ക് യു. നല്ലൊരു പോയിന്റ് ആണ് സാർ ആഡപ്പ് ചെയ്തത്. Even Parkinson can be delayed if your dopamine is increasing. Hello, sir. Yes, that's right. Manoj sir. Others can also add up. ആരും ഒന്നും ആഡ് ചെയ്യുന്നില്ല. എല്ലാവരും മീൻസ് ആക്റ്റീവ് ലിസണിങ് ആണ്. ലിസണിങ് ഇസ് ദ ബെസ്റ്റ് വൺ. മനോജ് സാർ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഗുഡ് ഈവനിങ് സാർ. ഞാൻ ഈ സാറിന്റെ സെഷനിലൊക്കെ അധികം അങ്ങനെ ലൈവായിട്ട് വരുന്ന ഒരാളല്ല. ഞാനൊരു ഒത്തിരി ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഐ യൂസ് ടു വാച്ച് വെരി ക്ലോസ്ലി. അങ്ങനെ സാറിന്റെ സെഷൻസ് ഒക്കെ കാണാറുണ്ട്, റെക്കോർഡിങ്സ്. പ്രത്യേകിച്ച് സാറിന്റെ മൈൻഡ്ഫുൾ പ്രാക്ടീസിലെ പല കാര്യങ്ങളും പറയാൻ സാറ് പറയുന്ന ഒരു 6-7 എലമെന്റ് എപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഒരു കാര്യം ഇന്നലെ ഞാൻ ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറയാം സാർ. ഞാനിതിൽ ഡ്രൈവ് ചെയ്യാൻ ഇപ്പോൾ മസ്കറ്റിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ യെസ്റ്റർഡേ ഐ ഡ്രോവ് അറൌണ്ട് 500-600 kilometers ഓൺ ദ വേ ടു സലാല. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ സാറി പറയും മൊമെന്റ് ടു മൊമെന്റ് ലൈഫ് എപ്പോഴും ഒരു ഭയങ്കര അവയർനെസ് നമുക്ക് തരുന്നുണ്ട്. കാര്യം ഈ സലാലയ്ക്ക് പോകുന്ന 2-way റോഡാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു അറ്റൻറ്റീവ്നെസ് ഇല്ലെങ്കിൽ എനി ടൈം ആക്സിഡൻസ് അത്ര കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പൊ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മുന്നിൽ കാണുന്ന എല്ലാം ഒരു മൊമെന്റ് ടു മൊമെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഐ യൂസ് ടു എൻജോയ് ഡ്രൈവിംഗ്. പിന്നെ നമ്മൾ ഇതിന്റെ മിററിൽ കൂടെ നോക്കുമ്പോൾ ഈ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മിററിൽ കൂടെ നോക്കുമ്പോൾ പുറകിലത്തെ കാഴ്ചകൾ കാണാമല്ലോ. അപ്പൊ അതെല്ലാം ഒരു പാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ഈ മൊമെന്റ് ടു മൊമെന്റ് ഈ ഡ്രൈവിങ് എപ്പോഴും ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താണ്, ഒരു ഫോർവേഡ് ആക്ഷൻ ആണല്ലോ. അപ്പം ഞാൻ ഇന്നലെ അത് എക്സ്പീരിയൻസ് ചെയ്തത്. എൻ്റെ കൂടെ വേറൊരാളുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മൾ കാണുന്നതെല്ലാം അപ്പോഴപ്പോൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ
പലതും പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു പവർ കിട്ടും. അതുപോലെ അങ്ങനെ ഇരിക്കാനും ഇത്തിരി പാടാണ്. അപ്പൊ സാറ് ഈ സെൽഫ് അവയർനെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കണമെന്ന് തോന്നി. അതിനകത്ത് ഒരു കാര്യം, പോവാമോ എന്നുള്ള ചോദ്യം കൂടെ ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യം കൂടി ഇല്ലേ സാർ? ഞാൻ ആരാണെന്നുള്ള ഒരു സംശയവും ഇൻവേർഡിലോട്ടൊക്കെ പോയിട്ടേ, അപ്പൊ അതിനോടൊരു ഉത്തരം കണ്ടുപിടിക്കുക ഒക്കെ ചെയ്യുന്ന കാര്യവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിവേ, സാറിന്റെ ക്ലാസ് എപ്പോഴും കേൾക്കുന്നത് ഒരു റിമൈൻഡർ കൂടെയാണ്. കാര്യം സാറ് പറയുന്ന പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ അത് വളരെ സഹായിക്കുന്നുണ്ട്. പല എക്സാമ്പിൾസും സാറിന്റെ പോയിന്റ്സും സെൽഫ് അവയർനെസ്സും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം ഇന്നലെ എനിക്ക് തോന്നിയതാണ്. അപ്പം ബെസ്റ്റ് എക്സ്പീരിയൻസ് ഈ മൈൻഡ്ഫുൾ പ്രാക്ടീസിനെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന എന്തും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാമല്ലോ. അപ്പൊ ആ ഡ്രൈവിങ്ങിന്റെ കാര്യം സാറിനെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊന്നേ ഉള്ളൂ, അതൊന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക്സ് അലോട്ട് സാർ. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ കുറേ ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസിൽ കൂടെയാണ് കൊണ്ടുവരുന്നത്. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ എന്തും ചെയ്യും പറഞ്ഞു തരുന്നത് പോലെ വി ആസ്ക് ടു ഒബ്സർവ് ബ്രത്ത് വൈൽ സിറ്റിംഗ് ഐഡിൽ ആൻഡ് ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്. ഒന്ന്. രണ്ടാമത് ഒരു 2-3 കാര്യം കൂടെ ചെയ്യിപ്പിക്കും. എന്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, രണ്ടാമത് ചെയ്യിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ ടോട്ടലി സ്കാൻ ചെയ്യാൻ പറയും. അപ്പം ഫ്രം ടോപ്പ് ടു ബോട്ടം. പിന്നെ സമയമുണ്ടെങ്കിൽ റിവേഴ്സും ചെയ്യാം, ബോട്ടം ടു ടോപ്പ്. ഓക്കെ. ഇത് കഴിഞ്ഞ് മൂന്നാമത് നമ്മുടെ തോട്ട്സിനെ കുറിച്ച് എവാൾവ് മീൻസ് തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ പറയും. എത്ര തോട്ട്സ് വരുന്നു, എങ്ങനെയൊക്കെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എമോഷൻസിനെ കുറിച്ച് നോക്കാൻ പറയും. പിന്നെ എൻവയോൺമെന്റിനെ കുറിച്ച് നോക്കാൻ പറയും. ഇതെല്ലാം ചെയ്യുന്നത് എന്താ? ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ മൈൻഡ്ഫുൾ ആകത്തില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഉള്ള ഉത്തരം വളരെ സിമ്പിളറാണ്. വി വാണ്ട് ടു ഡു ആൻ അറ്റൻഷൻ പ്രാക്ടീസ് പ്രോഗ്രാം. അറ്റൻഷൻ ഒറ്റ സ്ഥലത്ത് എപ്പോഴും എല്ലാ ദിവസവും വെച്ചോണ്ടിരുന്നാൽ യു വിൽ ഹാവ് എ പ്രീ ജഡ്ജ്മെന്റ് ഇൻ എ പർട്ടിക്കുലർ പോയിന്റ്. ഞാൻ എൻ്റെ ബ്രത്തിൽ മാത്രമേ അറ്റൻഡ് ആവാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും അല്ലാന്ന്. സോ വി ആസ്ക് ടു ഷിഫ്റ്റ് യു ഫ്രം എ ടു ബി, ബി ടു ബി, സി ടു ഡി, ഡി ടു ഇ, എന്ത് വേണമെങ്കിലും. അങ്ങനെ ആകുമ്പോൾ ഇത്രയും 5-6 സാധനങ്ങളിൽ നമ്മൾ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ മേക്ക് ഈവൻ എം ടു എൻ, എൻ ടു കെ, എൻ ടു ഒ, ഒ ടു പി, എവിടെ വേണമെങ്കിലും നമുക്ക് അറ്റൻഷൻ എത്ര ഷിഫ്റ്റ് ചെയ്താലും ഓരോരോ കാര്യത്തിലും നമുക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. അതിനെ ഈ മൈൻഡ്ഫുൾനെസ്സിനകത്ത് മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ബാത്തിങ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ, ഇങ്ങനെ എന്തിനു വേണമെങ്കിലും പ്രീഫിക്സ് മൈൻഡ്ഫുൾ ഇടാം. ഈവൻ മൈൻഡ്ഫുൾ റീഡിങ്, മൈൻഡ്ഫുൾ ടോക്കിംഗ്, എന്തിനു വേണമെങ്കിലും മൈൻഡ്ഫുൾനെസ് ഇടാം. മൈൻഡ്ഫുൾ ഡാൻസിങ്, ഇതിനകത്ത് മൈൻഡ്ഫുൾ ഡ്രൈവിംഗ്, ഏതിൽ വേണമെങ്കിലും മീൻസ് എനിത്തിങ് ക്യാൻ ബി പ്രിഫിക്സ്ഡ് വിത്ത് മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി അവെയർ, യു ഷുഡ് അറ്റൻഡ്, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ മൈൻഡിന് വേറെ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് കൊണ്ടു ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എന്ത് പ്രാക്ടീസ്? നമ്മൾ പറയുന്ന രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നാളെ വേറൊരു സ്ഥലത്ത് വെള്ളത്തിനകത്ത് നമ്മൾ സ്വിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡിനെ നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പൊ മൈൻഡ്ഫുൾ സ്വിമ്മിങ് ആയിട്ട് മാറും. ഇതിനാണ് നമ്മൾ പീരിയോഡിക്കലി ഈ ബ്രത്തിനെ കൺട്രോൾ ചെയ്യൂ. ബ്രത്തിനെ കൺട്രോൾ അല്ല, ബ്രത്തിനെ ഒബ്സർവ് ചെയ്യൂ. ബ്രത്തിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിന്റെ ബോഡീനെ ഓരോരോ പാർട്ടായിട്ട് നീ ഒബ്സർവ് ചെയ്യൂ. അത് കഴിഞ്ഞ് ഇത് ഒബ്സർവ് ചെയ്യൂ, ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യൂ, അത് കഴിഞ്ഞ് ഇത് ചെയ്യൂ എന്ന് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു പോകുന്നത്. ഇതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമല്ല. സിമ്പിൾ സയൻസ് ബിഹൈൻഡ് കീപ്പിംഗ് ദിസ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഈസ് ഓൺലി ദിസ് ഇസ് ദ റീസൺ. ഈ റീസൺ സാറിന് ഇഷ്ടപ്പെട്ടോ സാർ? അടിപൊളി. ഇതാണ് റൈറ്റ് റീസൺ സാർ. പക്ഷെ പലരും ഇത് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, നേരെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്യൂ, ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് റീച്ച് ടു മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും, എനിത്തിങ്. ഈറ്റിംഗ് അല്ല,
ഞാൻ ഈ ഫോൺ നോക്കുന്നത് പോലും മൈൻഡ്ഫുള്ളി ഐ ക്യാൻ വാച്ച് സിനിമ മൈൻഡ്ഫുള്ളി, ഐ ക്യാൻ ടൈപ്പ് ഇറ്റ് മൈൻഡ്ഫുള്ളി, ഐ ക്യാൻ ഡു ഇറ്റ് സംതിങ് റൈറ്റിംഗ് മൈൻഡ്ഫുള്ളി ആർ ഡൂയിങ് ഇറ്റ് മൈൻഡ്ഫുള്ളി. അത് എന്ത് വേണമെങ്കിലും, ഈവൻ ഡൂയിങ് എക്സസൈസ്, ഡൂയിങ് യോഗ, എല്ലാത്തിനും കൂടെ സാറിന് പ്രീഫിക്സ് ഇടാം. ബട്ട് ഓൺലി തിങ്, പ്രീഫിക്സ് ഇടുമ്പോൾ യു ഷുഡ് ബി അവെയർ, യു ഷുഡ് അറ്റൻഡ് ആൻഡ് യു ഷുഡ് ബി ഓൺ ദാറ്റ് പ്രസന്റ് സ്റ്റേറ്റ്. അപ്പം ഞാൻ മൈൻഡ്ഫുള്ളി ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മിസ്സസിൻ്റെ കൂടെ പാർക്കിൽ കറങ്ങിയത്, അപ്പോൾ ആ കയ്യിനടുത്ത് ഇങ്ങനെ പിടിച്ചത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഐ വിൽ ബി ലൂസിങ് മൈ മൈൻഡ്ഫുൾനെസ്. Okay, thank you, Bina ma'am, George sir, Tommy sir, Saraswati ma'am, Johnson Thomas, Chandrala ma'am. ടോമി സാർ കുറെ കാലമായിട്ട് ആൻസർ ചെയ്യുന്നേ ഇല്ല. ടോമി സാർ എപ്പോഴും ബിസിയാണ്. ചന്ദ്രകല മാം കേൾക്കുന്നുണ്ടോ? ബീന മാം, ജോർജ് സാർ, ജോൺസൺ, സരസ്വതി. നമുക്ക് പ്രാക്ടീസ് ചെയ്യണോ സാർ ഒരു 5 minutes? തീർച്ചയായും സാർ. സർ മാം പറയൂ. വളരെ നല്ലൊരു ഇതായിരുന്നു മൈൻഡ്ഫുൾനെസ്. ശരിക്കും ഓരോ മൊമെന്റിലും നമ്മൾ അറിഞ്ഞ് ജീവിക്കുന്ന സെൽഫ് അവയർനെസ് ശരിക്കും നമ്മുടെ സ്പിരിച്വൽ ഇതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട്. താങ്ക് യു. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. ജോർജ് സാർ വന്നു. ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ, നമുക്ക് എന്നാ ഒരു 5 minutes ഒരു ചെറിയ നമുക്കൊരു 5 minutes പ്രാക്ടീസിന് ചെല്ലാം സാർ. ഈ സെയിം രീതിയിൽ എല്ലാ ദിവസവും സാർ, എല്ലാ ദിവസവും ഇല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ ആഴ്ചയിൽ 3 ദിവസമോ എത്ര പോസിബിളോ അത്രയും ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ ട്രിം ആർ ട്യൂൺ ആർ ഗ്രൂം യുവർ തിങ്കിങ് പ്രോസസ് ആർ ബ്രീത്തിങ് പ്രോസസ് ഇൻ ദാറ്റ് മാനർ. അതാണ് ഉദ്ദേശം. ഇതിനകത്ത് ഞാൻ റീസണും കോസും പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അഗൈൻ ഒരു ബോഡി സ്കാൻ ചെയ്യാം. ബോഡി സ്കാനിൽ ഫസ്റ്റ് ഐ വിൽ ആസ്ക് എവറിബഡി ടു ഒബ്സർവ് ദ ബ്രെത്ത് ഫോർ സം ടൈം, ദെൻ scan the body, then we will go for thought process, then observing the emotions, then observing the environment. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. Let us start as usual. Let us sit erect. Keep the leg firmly on the floor. 2 പാദങ്ങളും തറയിൽ തൊട്ടിരിക്കട്ടെ നന്നായിട്ട്. അപ്പം ബോഡി നിമിർന്ന്, നട്ടല് നിവർന്നിരിക്കട്ടെ. കഴുത്ത് അതിൻ്റെ ഓൺ ഹൈറ്റിൽ നിവർന്നിരിക്കട്ടെ. അതിൻ്റെ ഓൺ ഹൈറ്റിൽ ലുക്ക് ഇരിക്കട്ടെ. കൈ പാദങ്ങൾ രണ്ടും തുടയുടെ മുകളിലോ അല്ലെങ്കിൽ ആംറസ്റ്റിന് മുകളിലോ വാട്ട് എവർ പോസിബിൾ മാനർ വെക്കുക. വെച്ചിട്ട് ജസ്റ്റ് ബി ഐഡിയൽ. മൈൻഡ് എടുത്ത് ഒന്ന് ചോദിക്കുക. യു സേ ദാറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ്, കൈൻഡ്ലി ഹെൽപ്പ് മീ ആർ കോപ്പറേറ്റ് മീ. അപ്പോൾ കുറച്ച് സമയത്തിൽ ഇറ്റ് മേ സേ യെസ് ഇമ്മീഡിയറ്റ്ലി ആർ ആഫ്റ്റർ സം ടൈം. അതുവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഈസ് സേയിങ് യെസ്, ക്ലോസ് യുവർ ഐസ്. I hope that everybody closed their eyes after getting acceptance from the mind. Then we shall move. Start, have deep breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to normal breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Continue to observe your breath.
Now shift your attention to my words. I'll try to scan the body from top to bottom. Start from upper head, forehead, eyes, nose, mouth, ears, cheek, chin, neck, bring your attention to the whole head portion. Once again to the whole head portion. Now bring your attention to your shoulders, upper arm, knee joints, lower arm, wrist, palms, fingers, chest, stomach, abdomen, upper back, lower back, glute, bring your attention to total torso. Again, bring your attention to total body portions. Now bring your attention to thighs, knee joints, legs, angle, palms, fingers. Bring your attention to the whole body. Once again, attention to the whole body. Now shift your attention to breath. Inhale, exhale, exhale, exhale. Now shift your attention to the thoughts which is trying to peep in or coming in.
Please do not get disturbed or don't get carried away by the thoughts. Just watch the thoughts which are coming and how many are coming, from which direction it's coming. Let it go in that other direction. Now shift your attention to your breath back. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to the emotions which are trying to come in. It may be whichever shape it might be in different shape, different size, different volume. You can even color differently for some emotions black, some emotions green, some blue, etc. etc. Just try to color, try to evaluate the shape and size and the volume, the weight, the color of emotions. Now shift your attention to breath again. Inhale, exhale, inhale, exhale, inhale, exhale, inhale. Now shift your attention to the environment. Different type of sounds you may be hearing from extreme outside to slowly start to observe the sounds or different sounds which are all falling in your ears. Slowly come closer and closer and start to observe the sounds. Now shift your attention to your breath again. Inhale, exhale, inhale, exhale. Shift your attention to deep breaths. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now let us try to open the eyes. Prior to that, just seek permission from the brain and mind that you are going to open the eyes after closing the program. If it says yes, take both the hands together, rub off so that the warmth comes. Keep over the eye lobe, ear lobes, and to the neck. And open slowly, and slowly. I hope that you all enjoyed and you would have become freshened up. And you would have got your total emotions in the normal state and a calm state. Thank you.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. താങ്ക് യു സർ. ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യൂ. ജോർജ് സാർ, മനോജ് സാർ, എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? മനോജ്, നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു സാറിന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ വളരെ യൂസ്ഫുൾ ആണ്. ക്യാൻ ഫീൽ ഇറ്റ്. പിന്നെ നല്ലൊരു സാറ് പറഞ്ഞ മാതിരി വളരെ റിഫ്രഷ് ആക്കി. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. ജോർജ് സാർ. സാറേ താങ്ക്സ്. വളരെ സന്തോഷം. ഒരു ക്ലാസ് കൂടെ അലങ്കോ സാറിന്റെ കേൾക്കാൻ പറ്റിയല്ലോ. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച്, അതും പ്രത്യേകിച്ച് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. സാറ് പറഞ്ഞത് എത്രയോ അക്ഷരം പ്രതി ശരി എന്ന് തോന്നിപ്പോവുക. കാരണം ഈ രണ്ട് ശരികൾ തമ്മിലുള്ള കൂട്ടിയടിയാണ് ലോകത്തെ മുഴുവൻ പ്രശ്നം അല്ലെ. രണ്ട് വ്യക്തികളുടെ മനസ്സിൽ തോന്നുന്നതാണ് ലോകമഹായുദ്ധങ്ങൾക്ക് പോലും ഇടയാക്കുന്ന വിധത്തിൽ വളരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ. അപ്പോ ആ നിമിഷം ഒന്ന് അറിഞ്ഞ, അതുപോലെ ഈ ചോദ്യങ്ങൾ സാറ് ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ സാബു സാർ ഒരിക്കൽ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നു. അത് കുറെ കാലമായി. ബ്രഷിങ്ങിന്റെ കാര്യത്തില് വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്താൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രഷ് ചെയ്യുന്ന കാര്യത്തില് ഇത് തന്നെയാണ് നമ്മളിവിടെ ഇരുന്ന് ഈ ഇന്നർ ഡ്രൈവർ ഇരുന്നിട്ട് ഒന്നിനും സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഒരു കാര്യവും മാറി ചിന്തിക്കാൻ പറ്റൂല. പുള്ളി എപ്പോഴും അത് പറ്റൂല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വലിയ പ്രശ്നം. എന്തായാലും പുനർചിന്തനത്തിന് ഒരു വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. 100% മാറേണ്ട, 1% മാറിയാൽ മതി എന്ന് പറയുന്ന പോലെ നമ്മളില് ഈ അവയർനെസ്, യഥാർത്ഥത്തിലുള്ള മൈൻഡ്ഫുൾനെസിന്റെ അവയർനെസ് വിത്തിടുന്നത് കൃത്യമാണ്. സാറ് പറയുമ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ടാൽ നല്ല വളർച്ച കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ഗ്രാജുവലി ആ നിമിഷത്തെ അറിഞ്ഞാൽ പലപ്പോഴും അതെ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ പറഞ്ഞ് ഇങ്ങനെ പോരുക. അപ്പൊ നമ്മൾ ആ പാദം സ്പർശിക്കുന്ന ആ നിമിഷത്തെ ഒന്ന് അറിയാനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അത് ശരിയാട്ടോ. നമ്മൾ വഴിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാൽപാദം ഇങ്ങനെ ഇതിൽ ഉരസി നമ്മളിങ്ങനെ പോന്ന വേറെ ഒരു ചിന്തയും നമ്മളെ അന്നേരം ബാധിക്കുന്നില്ല. നമ്മൾ ഫുള്ളി അത് ആസ്വദിക്കുക. ഒരു ലഹരി പോലെ സുഖകരമായ ഒരു അനുഭവമാണ് ആ നിമിഷത്തെ ആസ്വദിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ. സന്തോഷം വേറെ എങ്ങും കിട്ടില്ല. ഇത് കൂടെയുണ്ട്, ഇവിടെ ഉള്ളിൽ തന്നെയുണ്ട്. കസ്തൂരിമാന്റെ ഉള്ളില് കസ്തൂരി വെച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്ന പോലെ ഇത് തന്നെയല്ലേ യേശുദാസ് പാടി ഈശ്വരനെ തേടി നടന്നിട്ട് എല്ലായിടത്തും പോയി അവസാനം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് തന്നെ. എല്ലാം പ്രപഞ്ച സത്യമാണ്. വളരെ സന്തോഷം സാറേ. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഇങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള കഥകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ മെഡിറ്റേഷൻ വളരെ സുന്ദരമായിരുന്നു. നീണ്ടുപോകുന്ന മെഡിറ്റേഷനേക്കാൾ നല്ലതാണ് ഹ്രസ്വമായ മെഡിറ്റേഷൻ ഇതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. ചിലപ്പോൾ നീണ്ടുപോയി കഴിയുമ്പോഴേക്കും മനസ്സ് പിന്നെയും കാട് കയറാൻ പോകും. ഇതങ്ങനെയല്ല, പിടിച്ച് കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു. ശ്രീലത മാം, ചന്ദ്രകല മാം, രജനി, തോമസ്. വളരെ നന്നായിരുന്നു സാബു സർ. ഒത്തിരി നന്ദി. വിശേഷമൊക്കെ സുഖമായിരിക്കുന്നു? അങ്ങനെ പോകുന്നു. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഇപ്പോ സൈക്കോളജി പഠനം കണ്ടിന്യൂ കഴിഞ്ഞില്ലേ? PG കഴിഞ്ഞില്ലേ? ഏതോ PG ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞോ? അത് സെക്കൻഡ് ഇയറില് പേപ്പേഴ്സ് എഴുതിക്കൊണ്ടിരിക്കും. ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റേൺഷിപ്പ്. ഇനി അതിന്റെ വൈവയുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽ. ഓക്കെ, താങ്ക് യു മാം. ജോൺസൺ തോമസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ സർ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. നാളെ നമുക്ക് തിരുക്കുറൾ അതിന്റെ 7ാമത്തെ സെഷൻ കേൾക്കാം. സോ വൺസ് അഗൈൻ ഇളങ്കോ സർ, താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സർ. ഹോളിസ്റ്റിക് ഹെൽത്ത്. ഗുഡ് നൈറ്റ് ഓൾ. നമുക്ക് കാണാം സർ, ഫ്യൂച്ചറിലും കണ്ടോണ്ടിരിക്കാം. താങ്ക് യു സർ. ഓപ്പർച്യൂണിറ്റി തന്നതിന്റെ വളരെ നന്ദി സർ. നന്ദി.